അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, നോക്കൂ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ മോദി വന്നുപോയതാണ് തലസ്ഥാനത്ത്. അതിനുശേഷം തൃശ്ശൂരിൽ വന്നു, പാലക്കാട്, പിന്നീട് തിരുവല്ല, തിരുവനന്തപുരം. ഈ 4 കോർണറുകളിൽ വന്നു പോകുമ്പോൾ മോദി തന്നു പോകുന്ന സന്ദേശം എന്താണ്? കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ദേശീയ ജനാധിപത്യ സഖ്യം ഒരു നിറഞ്ഞ സാന്നിധ്യമാണ് എല്ലാ ഭാഗത്തും എന്നുള്ള സന്ദേശമാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത്. അതായത് തെക്ക് അല്ലെങ്കിൽ വടക്ക് അഥവാ മധ്യം എന്നല്ല, കേരളം മുഴുവൻ NDAയുടെ ഒരു സ്വാധീനം കൃത്യമായി അടയാളപ്പെടുത്തുക എന്നുള്ള വ്യക്തമായ ലക്ഷ്യമാണ് ദേശീയ നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലും ഉള്ളത്. ഏതാണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രാദേശിക പാർട്ടിയുടെ പോക്കറ്റ് എന്നുള്ളതിലപ്പുറം മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ സജീവ സാന്നിധ്യം നിലനിർത്താൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ 2020യുടെ കടന്നുവരവോടുകൂടി കുറെ കൂടി ശക്തമായ ഒരു സാന്നിധ്യം എറണാകുളം, കോട്ടയം ജില്ലകളിലൊക്കെ, തൃശ്ശൂർ ജില്ല അടക്കം പ്രകടമാണ്. അപ്പോൾ അതിനെ എൻഗാഷ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വളരെ കണക്കുകൂട്ടിയുള്ള പര്യടനങ്ങളാണ് പ്രധാനമന്ത്രിയുടേത് എന്ന് വ്യക്തമാണ്. അതനുസരിച്ചുള്ള ഒരു റിസൾട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പരിപാടികളുടെ വിജയവും അതുതന്നെയാണ് കാണിക്കുന്നത്. ഏതായാലും കേരളത്തിന്റെ സകല മേഖലകളിലും സമഗ്രാധിപത്യം പുലർത്തുന്ന ഒരു NDA എന്നുള്ള പിക്ചറാണ് മോദിജിയുടെ ഈ സന്ദർശനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്.